പമ്പിംഗ് തുടങ്ങിയെങ്കിലും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പരിധിയിൽ ജലവിതരണം പൂർണ്ണതോതിലായില്ല. നേമവും വട്ടിയൂർക്കാവും കരമനയും അടക്കം നിരവധി ഭാഗങ്ങളിൽ ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല. ഇവരുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത ഒരു ദുരിത ജീവിതത്തിലൂടെയാണ് തലസ്ഥാനവാസികൾ കടന്നു പോകുന്നത്. 4 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം പമ്പിംഗ് പുനരാരംഭിച്ചെങ്കിലും നഗരപരിധിയിലെ തന്നെ പലയിടങ്ങളിലും ഇപ്പോൾ വെള്ളം എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നേമം, വട്ടിയൂർക്കാവ്, കരമന അടക്കമുള്ള നിരവധി പ്രദേശങ്ങളിലെ ജനജീവിതം അതുകൊണ്ട് തന്നെ എത്രത്തോളം ദുസ്സഹമാണ്? വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പമ്പിംഗ് പുനരാരംഭിച്ചു എന്നുള്ളതാണ് നഗരസഭാ അധികൃതർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയൊരു കാര്യം. 10 മണിയോടുകൂടി പമ്പിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി എല്ലായിടങ്ങളിലും വെള്ളം കിട്ടും, പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കും എന്നുള്ളതാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായൊരു വിശദീകരണം. പക്ഷേ അത്തരത്തിലുള്ള ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ പലയിടങ്ങളിലും ഇപ്പോഴും പൂർണ്ണമായി വെള്ളം എത്തിയിട്ടില്ല. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ആറ്റിങ്ങൽ പ്രദേശത്ത് വളരെ ഫോഴ്സ് കുറഞ്ഞ നിലയിൽ ചില വീടുകളിൽ വെള്ളം വരുന്നുണ്ട്, മറ്റിടങ്ങളിൽ വെള്ളമില്ല. ഞാൻ ഇപ്പോഴുള്ളത് നേമം ഭാഗത്താണ്. ഇവിടെ വെള്ളം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആ പ്രദേശത്തുള്ളവരോട് തന്നെ ചോദിച്ചു നോക്കാം. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? എവിടെയൊക്കെയാണ് വെള്ളമില്ലാത്തത്? ഇവിടെ വളരെ രൂക്ഷമാണ്. ഇന്ന് 5 ദിവസം കൊണ്ട് നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രി ഈ പ്രഖ്യാപനം വരുന്നത്. നമ്മുടെ അസോസിയേഷൻ മേഖലയിൽ ഏകദേശം 250ഓളം വീടുകളുണ്ട്. ഒരു 175ഓളം വീടുകൾ പൈപ്പ് ആശ്രയിച്ച് കഴിയുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ വളരെ രൂക്ഷമാണ്. ഇതിൻ്റെ ഒരു മറ്റ് പ്രദേശം എന്ന് പറയുന്നത് നേമം പോലീസ് ക്വാർട്ടേഴ്സ് റോഡ്, ശിവക്ഷേത്ര റോഡ്, നല്ലാണിക്കൽ റോഡ്, ചരിതാണിക്കൽ റോഡ്, അണ്ടുമൂല, ഈ ഭാഗങ്ങളിലെല്ലാം രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് നേരിടുന്നത്. ഭൂരിപക്ഷം ആളുകളും പൈപ്പ് ആശ്രയിച്ച് കഴിയുന്നത് കൊണ്ട് ഒരു ദിവസമാണെങ്കിൽ നമുക്ക് സഹിക്കാം. ഈ 2 ദിവസത്തെ മെസ്സേജ് നമുക്ക് തന്നു, നമ്മളതെല്ലാം ഗ്രൂപ്പിലും മറ്റ് ജനങ്ങൾക്കും എല്ലാം അറിയിപ്പ് കൊടുത്തു. പക്ഷേ ഏതൊരു വിധമായ നടപടിയും പിന്നീട് അങ്ങോട്ട് തുറന്നുണ്ടായിട്ടില്ല. നമുക്ക് ഒരു ലാറിയിൽ പോലും വെള്ളം ഈ പ്രദേശത്ത് എത്തിച്ച് തന്നിട്ടില്ല. വളരെ രൂക്ഷമാണ്. നമ്മുടെ അസോസിയേഷൻ പരിധിക്കകത്ത് ഞാൻ ഈ സൂചിപ്പിച്ച എല്ലാ മേഖലയിലും അതിരൂക്ഷമാണ്. എല്ലാ വീടുകളിലും വില കൊടുത്ത് വെള്ളം വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ പ്രദേശം പോകുന്നത്. ഈ വീട്ടിലുള്ള ആളല്ലേ, ഇവിടെ വെള്ളം എത്തി? എന്താ അവസ്ഥ? 5-ാം തീയതി മുതൽ ഇവിടെ വെള്ളമില്ല. ഇപ്പോൾ ഇന്ന് വരയ്ക്കും വെള്ളം ഇവിടെ നമുക്ക് എത്തിയിട്ടില്ല. നമ്മൾ വെളിയിൽ നിന്ന് ബോട്ടിലാണ് വാങ്ങുന്നത്. ഒരു ബോട്ടിലിന് 87 രൂപ കൊടുത്താണ് ഇപ്പോൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. പക്ഷേ പ്രാഥമിക കൃത്യങ്ങൾ വേണ്ടി വെള്ളം ആണ് നമുക്ക് അത്യാവശ്യം. പക്ഷേ അതിന് നമ്മൾ അയൽ വീടുകളിൽ നിന്നും വെള്ളം ശേഖരിച്ചു കൊണ്ടുവന്നാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഭക്ഷണമൊക്കെ ഹോട്ടലുകളിൽ നിന്നും വാങ്ങിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 4 ദിവസം കൊണ്ട് ഇവിടെ വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ അതായത് ഒരു പ്രദേശത്തിൻ്റെ കുടിവെള്ളം എന്ന് പറയുന്നത് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ചെയ്യേണ്ടത്. അപ്പം നിയമം ഇപ്പോൾ കോർപ്പറേഷൻ ഏരിയയാണ്. അപ്പോൾ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം കാണേണ്ടത് ഇവിടുത്തെ കോർപ്പറേഷനാണ്. പക്ഷേ കോർപ്പറേഷൻ അധികൃതരുടെ മേലിൽ നിന്ന് ഇതുവരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള യാതൊരു അഭിപ്രായം കിട്ടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് ആ കുടിവെള്ള സംവിധാനം ചെയ്തു കൊടുക്കണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പമ്പിംഗ് തുടങ്ങിയെങ്കിലും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പരിധിയിലെ പലയിടങ്ങളിലും വെള്ളം ഇതുവരെയും എത്തിയിട്ടില്ല. ജലവിതരണം പൂർണ്ണതോതിലായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നേമം, വട്ടിയൂർക്കാവ്, കരമന അടക്കമുള്ള നിരവധി ഭാഗങ്ങളിലാണ് ഇപ്പോഴും വെള്ളം എത്താത്ത ഒരു സാഹചര്യമുള്ളത്. കഴിഞ്ഞ 4 ദിവസമായി വെള്ളം ലഭിക്കാത്ത അത്രത്തോളം ദുരിത ജീവിതം നയിച്ച തലസ്ഥാനവാസികളെ സംബന്ധിച്ചിടത്തോളം ഇനിയും എത്ര നാൾ കാത്തിരിക്കണം എന്നത് വലിയ ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം സേവാഭാരതി അടക്കമുള്ള സംഘടനകൾ എത്തിച്ച ഈ കുടിവെള്ളം അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ദിവസങ്ങൾ തള്ളി നീക്കിയത്. അപ്പോഴും അധികൃതർ നിസ്സംഗത ഭാവിക്കുകയാണ്. മന്ത്രിമാരടക്കം ശിവൻകുട്ടിയും ഋഷി അഗസ്റ്റിനടക്കമുള്ളവർ എത്രയും പെട്ടെന്ന് എന്ന് പറയുന്നതല്ലാതെ അതിങ്ങനെ അനന്തമായി നീണ്ടുപോയ ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാൽ ഏതായാലും വരും നിമിഷങ്ങളിൽ, വരും മണിക്കൂറുകളിലെങ്കിലും ഇന്നെങ്കിലും അവർക്ക് ഈ കരമനയടക്കമുള്ള ഭാഗങ്ങളിൽ ജലവിതരണം പൂർവ്വസ്ഥിതിയിലാക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കട്ടെ എന്ന് സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.